വൈപ്പിൻ എടവനക്കാട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. കടൽഭിത്തി അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. ഡാനി പോൾ ഉണ്ട് അവിടെ നിന്ന്. ഡാനി, നാട്ടുകാർ പ്രതിഷേധത്തിലാണോ? വിവരങ്ങൾ. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവപ്പെടുന്ന കടൽക്ഷോഭം അത് ഇക്കുറി വളരെ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി വൈപ്പിൻ എടവനക്കാട് നായരമ്പലം മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ കടൽക്ഷോഭം ഉണ്ടാകുന്നു. വീടുകൾക്കകത്തെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പലരെയും മാറ്റി പാർപ്പിക്കുന്നു. പക്ഷേ ഇതിനൊരു അവസാനമില്ല എന്ന രീതിയിലേക്ക് പോകുന്നു. ആരും ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവരുടെ കാര്യത്തിലേക്ക് നടത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ തീരദേശ സംരക്ഷണ സമിതി എന്ന പേരിലെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്നത് വൈപ്പിൻ എടവനക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ റോഡ് ഉപരോധിക്കുകയാണ്. റോഡ് കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി റോഡ് ഉപരോധിക്കുന്നു. വലിയ രീതിയിൽ വൈപ്പിനിലേക്ക് പുറത്തേക്കും പോകാൻ ഏക വഴി ഇത് മാത്രമാണ്. ഇവിടേക്ക് വലിയ രീതിയിലേക്ക് ഒരു ഗതാഗത കുരുക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും ജനങ്ങളുടെ വിഷയങ്ങൾ അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് തങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. തങ്ങൾക്ക് വേറൊരു സമരരീതി അവലംബിക്കാൻ കഴിയില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. വളരെ അടിയന്തരമായി ഈ വിഷയത്തിലേക്ക് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ റോഡ് ഉപരോധിക്കുന്നത്. സമരം തുടരുകയാണ്. കഴിഞ്ഞ കുറെ നേരമായിട്ട് ഈ വഴി മുഴുവനായിട്ട് തന്നെ ഗതാഗത സ്തംഭനം എന്ന രീതിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ഒരു സാന്നിധ്യം ഇവിടങ്ങളിലെല്ലാം തന്നെ ഉണ്ടെങ്കിൽ കൂടിയും ഈ സമരം ഇപ്പോഴും തന്നെ തുടരുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ സമരത്തിൽ നിന്ന് അതിൽ പിന്മാറില്ല. ഒരു തീരുമാനമുണ്ടാകും വരെ ഈ സമരരംഗത്തേക്ക് തങ്ങൾ തുടരുന്നു എന്ന രീതിയിൽ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സമരത്തിൽ തുടരുകയും ചെയ്യുന്നത്. യാതൊരു രീതിയിലും ഇതിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ തയ്യാറല്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുകയും മഴയത്തും അവർ സമരം തുടരുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് സമരം തുടർന്നുകൊണ്ടേയിരിക്കും. മരണം വരെ സമരം ചെയ്യും. കാരണം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ആ വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ തീരദേശത്ത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിനെതിരെ ശക്തമായ സമരം, ജനകീയ സമരമാണത്. എന്നുവെച്ചാൽ മരണം വരെ സമരം ചെയ്യും. ഞങ്ങൾക്ക് MLA കേൾക്കണ്ട, MP കേൾക്കണ്ട. വകുപ്പ് മന്ത്രി ഈ സമര സ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുലിമുട്ടോടുകൂടി കടൽഭിത്തികൾ 2.5 കിലോമീറ്റർ കടൽഭിത്തികൾ നിർമ്മിക്കുമെന്നുള്ള ഉറപ്പ്, അത് 6 മാസത്തിനുള്ളിൽ. എന്നാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ. പിന്മാറില്ല. മരണം വരെ സമരം ചെയ്യും. ഉറച്ച തീരുമാനമാണ്. ഇത് ഒരാൾക്കുള്ള ശബ്ദമല്ല, ഈ കൂടിയിരിക്കുന്ന ജനതയുടെ മുഴുവൻ ശബ്ദമാണ്. രീതിയിൽ പ്രതിഷേധം തുടരുകയാണ്. യാതൊരു രീതിയിലും ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്ത്രീകളടക്കമുള്ളവർ ഈ സമരരംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് സുവ്യക്തമാണ്. കാരണം ഇവിടെ നിന്ന് അവർ മടങ്ങില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അത് എത്ര സമയമായാലും തങ്ങൾ ഇവിടെ തുടരുമെന്ന് പറയുന്നു. അതുമാത്രമല്ല കടൽഭിത്തി ലഭിക്കാതെ തങ്ങൾ അത്തരമൊരു ഉറപ്പ് ലഭിക്കാതെ തങ്ങൾ പിന്മാറില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഡാനി, ഇപ്പോൾ നിലവിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയോ അങ്ങനെ മറ്റു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഡാനി, കേൾക്കാമെങ്കിൽ ഈ ഭാഗത്ത് നിന്നും കടലാക്രമണം രൂക്ഷമായ ഈ ഭാഗത്ത് നിന്നും കുടുംബങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിക്കാൻ നടപടി ഉണ്ടായിട്ടുണ്ടോ? വൈപ്പിൻ എടവനക്കാട് തീരദേശ സംരക്ഷണ സമിതി റോഡ് ഉപരോധിക്കുകയാണ്. കടലാക്രമണം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത്. നാട്ടുകാർ തീരദേശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഒപ്പം മന്ത്രി എത്താതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരക്കാർ പറയുന്നു. ഡാനി പോൾ